ചൂടിൽ കുളിച്ച് ഏഴര പൊന്നാന ദർശനം. കളിച്ച് നീരാടി എഴുന്നള്ളത്തിന് കരിവീരന്മാർ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം പതിനായിരക്കണക്കിന് ഭക്തർ തൊഴുത് വലിയ കാണിക്ക അർപ്പിച്ചു. പുലർച്ചെ 1 മണിയോടെ ആരംഭിച്ച തൊഴിൽ 4 മണിവരെ തുടർന്നു. നേരം പുലരാറായ നേരത്തും അസഹ്യമായ ചൂടിൽ വിയർത്തൊലിച്ചാണ് ഭക്തർ പൊന്നാനയെ കാണാനെത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടിയ ചൂട് ഈ ദിവസങ്ങളിൽ കോട്ടയം ജില്ലയിലാണ് രേഖപ്പെടുത്തിയത്. കാലാവസ്ഥാ മാറ്റം ആഘോഷങ്ങളെയും വെറുതെ വിടുന്നില്ല. എഴുന്നള്ളിക്കാനുള്ള ആനകളെ ഏറെ സമയമെടുത്ത് പാപ്പാന്മാർ ഉരച്ചു കുളിപ്പിച്ച് തയ്യാറാക്കുന്നത് കാണാമായിരുന്നു. ആനകൾ നീരാട്ട് ആസ്വദിച്ച് വെള്ളം ചീറ്റി കളിച്ചു. ആനകളുടെ കുളിസീൻ കാണാൻ നിരവധി പേർ മണിക്കൂറുകളോളം നിരന്നു നിന്നു. പക്ഷേ ആനകളും കന്നുകാലികളും പൈപ്പ് വെള്ളത്തിലെ ഷവർ ബാത്ത് ആസ്വദിക്കുന്നവരല്ല. അവ ഷവർ ബാത്തിൽ തൃപ്തരാകുന്നില്ല. അവ വെള്ളത്തിൽ മാണ്ടുകിടന്ന് ശരീരം തണുപ്പിക്കുന്നവരാണ്. വെള്ളത്തിലിറങ്ങിയാൽ കരയ്ക്കു കയറാൻ കൂട്ടാക്കാത്ത പ്രകൃതമാണ് ഇവയ്ക്ക്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നതിൻ്റെ ഒരു കാരണം കാട്ടിലെ ജലദൗർലഭ്യമാണെന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം ഇതാണ്. അതുപോലെ ടാറിട്ട റോഡിലൂടെ ചൂടത്ത് ആനകളെ നടത്തിക്കൊണ്ടുപോകരുതെന്ന് പറയുന്നതും ഇക്കാരണം കൊണ്ടാണ്. അല്പം പോലും ചൂട് താങ്ങാൻ ശേഷിയില്ലാത്ത ജീവികളാണ് ഇവ. പൈപ്പിലെ കുളി അല്പാശ്വാസമെങ്കിലും നൽകുമെന്ന് ഉറപ്പാണ്. പക്ഷേ അവ ആവശ്യപ്പെടുന്നത് കുളത്തിൽ മുങ്ങി മാണ്ട് കിടന്ന് ദീർഘമായ കുളിയാണ്. കുളങ്ങൾ തന്നെയില്ല, പിന്നല്ലേ കുളി. പക്ഷേ എഴുന്നള്ളത്ത് തുടങ്ങിയതോടെ കളി മാറി. ചോറ്റാനിക്കര സത്യൻ നാരായണ മാരാരുടെയും കീഴൂർ അനിൽക്കുറുപ്പിൻ്റെയും ഒളശ സനലിൻ്റെയും തുടിതാളത്തിൽ പഞ്ചാരിയും പഞ്ചവാദ്യവും കൊട്ടിക്കയറിയപ്പോൾ ആനകൾ പരിസരം മറന്ന് തലയാട്ടിയും ചെവിയാട്ടിയും താളം പിടിച്ചു. കാഴ്ചക്കാർ താളം കൊട്ടി പ്രോത്സാഹിപ്പിച്ചു. ഇന്ന് വിപരീതമായി മേളക്കാർ വിയർത്ത് കുളിച്ച് വിഷമിക്കുകയായിരുന്നു. മേളം കൊട്ടിക്കയറുമ്പോൾ വിയർക്കുക സാധാരണമാണ്. അതിലപ്പുറം അവരെ വിഷമിപ്പിക്കുന്ന ചൂടായിരുന്നു ഇത്തവണ. താളത്തിൽ കൊട്ടാൻ കഴിയാത്തതുപോലെ അവർ വിയർത്തൊഴുകി. വിയർപ്പ് ഒപ്പിയ തുവർത്ത് മുക്കിയെടുത്തതുപോലെ നനഞ്ഞു. അവർ അടിക്കടി വെള്ളം കുടിച്ചു. കാഴ്ചക്കാരും താളത്തിൽ വിശറി വീശി നിന്നു. 36 ഡിഗ്രിക്ക് മേലായിരുന്നു പകൽ സമയത്തെ ചൂട്. വൈകുന്നേരവും രാത്രിയും 30-32 ഡിഗ്രി ചൂട് റിപ്പോർട്ട് ചെയ്തു. മുൻകാലങ്ങളിൽ പകൽ അനുഭവപ്പെട്ട ചൂടാണ് ഈ ദിവസങ്ങളിൽ രാത്രികാലത്ത് അനുഭവപ്പെട്ടത്. ഇനിയുള്ള നാളുകളിലും ചൂട് കൂടുമെന്നാണ് പ്രവചനം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 26 മുതൽ 30 ഡിഗ്രി വരെയാണ് മുൻ വർഷങ്ങളിൽ വേനൽക്കാലത്ത് രേഖപ്പെടുത്തിയ ശരാശരി ചൂട്. ഏപ്രിൽ മെയ്യിൽ കൊടും വേനലിൽ ചില സ്ഥലങ്ങളിൽ മാത്രം 40 ഡിഗ്രി കടക്കും. ബാക്കി സ്ഥലങ്ങളിൽ 36-37 ഡിഗ്രി വരെ കൂടാറുണ്ട്. എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ ചൂട് 36-37 ഡിഗ്രി എത്തിയിരിക്കുന്നത് വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. വനത്തിനു നടുക്ക് തൃശ്ശൂർ അതിരപ്പള്ളിയിൽ ചൂട് മാപിനിയിൽ 40.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ കോട്ടയം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ 37 ഡിഗ്രിയും എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ് ചൂട് അനുഭവപ്പെട്ടത്. കേരളത്തിൽ പല സ്ഥലത്തും 40 ഡിഗ്രിയുടെ അടുത്തെത്തും എന്നും കരുതുന്നു. കുടിവെള്ളം, കൃഷി, കാലിവളർത്തൽ, വൈദ്യുതി, വ്യവസായം തുടങ്ങിയ എല്ലാ മേഖലകളെയും കാലാവസ്ഥയിലെ മാറ്റം ബാധിക്കുമെന്നും ഭയമുണ്ട്. കൊച്ചുകുട്ടികളും പ്രായമായവരും അസുഖങ്ങൾ ബാധിച്ചവരും ഉച്ചവെയിലത്ത് പുറത്തിറങ്ങരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ വെയിലത്ത് പണിയെടുക്കുന്നവർക്കായി ജോലി സമയം ക്രമീകരിക്കണമെന്നും പറയുന്നു. തുടർച്ചയായി വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശിക്കുന്നു.